ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ ഗൗരി ശങ്കരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. വെറും പൊളിയല്ല കേട്ടോ, ഇന്നൊന്നര എപ്പിസോഡ് തന്നെയാണ് വരാനിരിക്കുന്നത്. അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ പോകാം കേട്ടോ. ഇന്നത്തേത് നല്ല കിടിലനാണ്, അപ്പോൾ ആരും മിസ് ചെയ്യരുതേ. തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ വേണീനെയാണ്. അപ്പോൾ വേണിയോട് നമ്മുടെ രാധ ഇങ്ങനെ പറയുകയാണ്, നീ ചോദിച്ചു നോക്ക്, നിൻ്റെ ഏട്ടൻ്റെ ദേഹത്ത് എങ്ങനെയാണ് ഈ വിഷം കലർന്നതെന്ന് നീ അവളോട് ചോദിച്ചു നോക്ക് മോളെ എന്ന് പറഞ്ഞ് വേണിയോട് ഇങ്ങനെ കരഞ്ഞപ്പം മഹാദേവൻ കൊണ്ട് ഗൗരി ഇങ്ങനെ സൂക്ഷ്മമായിട്ട് ഇങ്ങനെ നോക്കുക, കൈകിട്ട് ഇടിച്ച് കൊല്ലാനുള്ളത്ര ദേഷ്യമുണ്ട്. അപ്പം നേരെ വേണി ഗൗരിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ ഗൗരി തകർന്ന് നിൽക്കുകയാണെന്ന് വേണിക്ക് അറിയാം കേട്ടോ. അപ്പോൾ ചെന്നിട്ട് മുഖത്ത് പിടിച്ചു, ഗൗരി നിൽക്ക്, നീ കരയില്ലട്ടോ, നീ സമാധാനിക്ക്, നീ വിഷമിക്കില്ലട്ടോ എന്ന് പറഞ്ഞു. ഞങ്ങളൊക്കെ നിൻ്റെ കൂടിയില്ലേ, പിന്നെ നമ്മുടെ ഏട്ടന് ഒന്നും സംഭവിക്കില്ല, നീ ധൈര്യമായിട്ടിരിക്കുക ഗൗരി, ഒരു കുഴപ്പവും സംഭവിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഗൗരി ആകെ ധർമ്മസങ്കടത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ വേണി ഇങ്ങനെ പറഞ്ഞു കേട്ടപ്പോഴത്തേനും ഒരാശ്വാസവും തോന്നി. അപ്പോൾ ആരതി പറയുക, ചേച്ചി സമാധാനിക്കുക, ശങ്കരേട്ടന് ഒരു കുഴപ്പവും വരില്ല, സമാധാനമായിട്ട് ഇരിക്കുക ചേച്ചി എന്ന് പറഞ്ഞു. നമ്മുടെ ഏട്ടനെ വടക്കുന്നത് നോക്കിക്കോളും, ആൾക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല, ധൈര്യമായിട്ടിരിക്കുക, ഈ വേണിയല്ലേ പറയണത്. അപ്പോൾ ഇവരെ ഇങ്ങനെ ഗൗരിയെ ചേർത്ത് പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ വേണി. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ശേഖറുണ്ടല്ലോ, അപ്പോൾ ശേഖർ വേഗം തന്നെ അജിത്തിനോട് ജോജുവിനോട് പറയാം, എടാ നിങ്ങൾ രണ്ടുപേരും ഒന്നിങ്ങ് വന്നേടാ എന്ന് പറഞ്ഞുകൊണ്ട് അജിത്തിനെയും ജോജുവിനെയും കൂട്ടിക്കൊണ്ട് ശേഖർ അപ്പുറത്തേക്ക് മാറിപ്പോട്ടോ. എന്താ അല്ല ശേഖരേട്ടാ, അത് പിന്നെ നമ്മളിപ്പോൾ എങ്ങോട്ടേക്കാണ് പോണത് പറയാടാ, നീയൊക്കെ ഇങ്ങോട്ടേക്ക് വന്നേ, എന്താ ശേഖരേട്ടാ നമ്മളവിടെ വേണ്ടേ, ശങ്കർബായിക്ക് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിലോ, അതെ നമ്മളവിടെ ഉണ്ടാവേണ്ടതല്ലേ, എൻ്റെ അനിയനെ ബ്ലഡിൻ്റെയോ മറ്റെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, ഇനി എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ അതിനെത്തിച്ചു കൊടുക്കാൻ ഈ ചാരങ്ങാട്ട് ശേഖരനുണ്ട്. ചാരങ്ങാട്ടുകാർക്ക് സഹായത്തിന് നിൻ്റെ ഒന്നും ആവശ്യം ഞങ്ങൾക്കില്ല. അതെന്താ ശേഖരേട്ട അങ്ങനെ പറയണത്, ശേഖരേട്ടന് അറിയില്ലേ ഞങ്ങൾ ശങ്കർബായുടെ ചങ്സ് അല്ലേ. അതെ ശേഖരേട്ടാ, ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവനേക്കാൾ ഇമ്പോർട്ടൻസ് ഞങ്ങളുടെ ശങ്കർബായുടെ ജീവനാട്ടോ. എന്നിട്ട് ഇത്രയൊക്കെയുള്ള സ്നേഹമുള്ള നീയൊക്കെ കൂടിയല്ലേടാ അവനെയൊക്കെ ഈ പരുവത്തിലാക്കി അവനെ ആ ബെഡിൽ കിടത്തിയിരിക്കണത്. ശേഖരേട്ടാ, നിങ്ങൾ കരുതുന്നത് പോലെ ഞങ്ങളോ ഏട്ടത്തിയമ്മയോ ഒന്നും ഇക്കാര്യത്തിൽ തെറ്റുകാരല്ലോ. ശേഖരേട്ടനറിയാലോ, ഏട്ടത്തിയമ്മ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശങ്കരേട്ടന് ജീവനാ. ഏട്ടത്തിയമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ശങ്കർബായിക്ക് കൈകെട്ടി നോക്കി നിൽക്കാൻ പറ്റുമോ? മനസ്സിലായടാ, മനസ്സിലായി. ആ കുരുത്തം കെട്ടവർക്ക് വേണ്ടിയാ എൻ്റെ അനിയ മുന്നം പിന്നും നോക്കാതെ എൻ്റെ ലൈഫ് കുളവാക്കി ഈ പരുവത്തിൽ കിടക്കുന്നത്. അതിൻ്റെ മൂല കാരണം നിങ്ങൾ രണ്ട് ടീംസാ. ഞങ്ങൾ രണ്ട് ടീംസും എന്ത് ചെയ്തെന്നാ ശേഖരേട്ടൻ ഈ പറയണത് എന്ന് ചോദിച്ചു അജിത്ത്. നിന്നോട് ഞാൻ പറഞ്ഞു തരണോടാ, നീയൊക്കെ എന്താ ചെയ്തതെന്ന് നിനക്ക് അറിയില്ല അല്ലേ എന്ന് ചോദിച്ചു. എന്താന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരാടാ നിനക്കൊക്കെ എന്ന് പറഞ്ഞിട്ട് ശേഖർ പറയാണ്, എൻ്റെ വീട്ടിൽ നിന്ന് ഗൗരിയെ കൂട്ടിക്കൊണ്ടു പോയത് നിങ്ങൾ രണ്ടുപേരുടെ ചേർന്നല്ലേടാ, അതിൻ്റെ പരിണത ഫലമല്ലേ, അത് കഴിഞ്ഞിട്ടല്ലേ ഈ പ്രശ്നം മുഴുവൻ ഉണ്ടായത്. അല്ല ശേഖരേട്ടാ, അത് ഞങ്ങൾ ശങ്കർബായി അന്വേഷിച്ചു പോയതല്ലേ, നീയൊക്കെ സുരക്ഷിതമായിട്ട് അന്വേഷിക്കാൻ പോയിട്ട് അവനെ സുരക്ഷിതമായിട്ട് കൊണ്ടുവന്നല്ലോ. ശേഖരൻ എന്തിനാ ചൂടാവണത്? ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ആരെങ്കിലും അറിഞ്ഞോ? ചൂടാവണമെന്നോ? എൻ്റെ അനിയൻ്റെ അവസ്ഥയ്ക്ക് കാരണം നിങ്ങളൊക്കെ തന്നെയാ, നിനക്കൊക്കെ അതിനുള്ള ശിക്ഷ കിട്ടിയേ മതിയാവൂ എന്ന് പറഞ്ഞ് ശേഖരം വേഗം തന്നെ നമ്മുടെ ജോജുവിനെ അടിച്ചു കേട്ടോ. ഇത് കണ്ടപ്പോഴത്തേനും അജിത്തിന് സഹിച്ചില്ല. ശേഖരേട്ടാ, വെറുതെ അവനെ തല്ലരുത് കേട്ടോ, ഞങ്ങൾ ശങ്കർബായി ഏട്ടനാണ് എന്നുള്ള റെസ്പെക്റ്റാണ് ഞങ്ങളിപ്പോൾ ശേഖരേട്ടന് തന്നുകൊണ്ടിരിക്കുന്നത്. അതെ, ഇനി ഇവനെ തല്ലിയാലുണ്ടല്ലോ, ഇവന് മാത്രമല്ലടാ നിനക്കും ഉണ്ടടാ എൻ്റെ കയ്യിൽ നിന്ന്, നിനക്ക് ഞാൻ കിലുക്കാൻ കേട്ടോ തരാം, നടക്കട അങ്ങോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അജിത്തിനെയും ജോജുവിനെയും വലിച്ചുകൊണ്ട് ശേഖരൻ അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഇവർ രണ്ടുപേർക്കും ആകെ സങ്കടവും വിഷമവും ഒക്കെ ആയി. അതിനുശേഷം ഇവർ രണ്ടുപേരും നമ്മുടെ എന്താ പറയുക, നമ്മുടെ ശങ്കർബായി കിടക്കുന്നിടത്തേക്ക് വരുവാണ് കേട്ടോ. എന്നിട്ട് ജോജുവിനോട് അജിത്ത് പറയുക, എടാ എന്താണെങ്കിലും ശേഖരേട്ടൻ അടിച്ച കാര്യമൊന്നും ഏട്ടത്തിയമ്മയോട് പറയണ്ട കേട്ടോ. ഇല്ല ഞാൻ പറയില്ലടാ, എന്തിനാ പാപം ഒന്നാമത് തകർന്നിരിക്കുക, ഇനി ഈ കാര്യം കൂടെ കേട്ട് എന്തിനാ വെറുതെ വിഷമിപ്പിക്കുന്നത്, ഞാൻ പറയില്ല എന്ന് പറഞ്ഞ് ഇവർ അങ്ങോട്ടേക്ക് ചെന്നു കേട്ടോ. അപ്പോഴേക്കും ഗൗരി ആകെ തകർന്നടിഞ്ഞ പോലെ ഇങ്ങനെ ഇരിപ്പാണ്. ഗൗരിക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല, നേരെ നോക്കാൻ പറ്റുന്നില്ല. ഗൗരിക്ക് കുറ്റബോധമാണോ സങ്കടമാണോ ഒന്നും അറിയില്ല. തൻ്റെ അവസ്ഥയ്ക്ക് കാരണം താനാണ് എന്നൊരു തോന്നൽ ഗൗരിയുടെ മനസ്സിൽ എവിടെയോ ഒരു കോണിലുണ്ട്. അപ്പോൾ ശങ്കർ സ്നേഹത്തിന് വേണ്ടിയിട്ട് യാചിക്കുമെന്ന് പറഞ്ഞിരുന്നു പണ്ട്.
അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലേക്ക് ഇങ്ങനെ ഓടി ഓടി എത്തുകയാണ്. അപ്പം നമ്മുടെ മുത്തശ്ശിയാണെങ്കിൽ ശ്രീകണ്ഠേശ്വര എൻ്റെ മോനെ ഒരു അബദ്ധം വരുത്തരുതേ, അവന് ഒരു ആപത്തും വരുത്താതെ ഞങ്ങൾക്കിങ്ങ് എത്തിച്ച് തരണേ എന്നൊക്കെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ശേഖര എടാ എൻ്റെ കുട്ടിശങ്കരൻ അവന് കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ എന്നിങ്ങനെ ശേഖരനോട് മഹാദേവൻ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പം ആരതി മോളെ നീ ഒരു കാര്യം ചെയ്യുക, നീ ഇതേ ഈ ചേച്ചിയുടെ അടുത്തിരിക്കട്ടോ, ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞു. അപ്പോൾ ആരതി മോളെ അവിടെ ഇരുത്തിയിട്ട് വേണി നേരെ ശേഖരേട്ടൻ്റെ അടുത്തേക്ക് ചെന്നു. ശേഖരേട്ടാ നമുക്ക് ശങ്കരേട്ടനെ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയാലോ എന്ന് ചോദിച്ചു. ഏട്ടനെ വേറെ കുറച്ച് നല്ല ഹോസ്പിറ്റലിലേക്ക് മാറ്റിയാലോ? വേണി ശങ്കറിനെ ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് ഉടനെ നമ്മുടെ ആദർശ് പറഞ്ഞു. എന്താ നിങ്ങൾ എന്തുട്ടാണ് ഈ പറയണത്? പിന്നെ എന്താ ഇവിടുന്ന് ഇപ്പോൾ ഷിഫ്റ്റ് ചെയ്താൽ എന്ന് ചോദിച്ചു. വേണി ചൂടാവുക. എന്താ പറ്റാത്തത്? ശങ്കറിൻ്റെ കണ്ടീഷൻ അത്ര നല്ലതല്ല വേണി, അതാണ്. അപ്പോൾ വേണിക്ക് ഇപ്പോഴാണ് കാര്യങ്ങളൊക്കെ അത്ര സീരിയസ് ആണ് എന്നുള്ള കാര്യം ബോധ്യമാകുന്നത് കേട്ടോ. അപ്പോഴത്തേനും എൻ്റെ നാഗദൈവങ്ങളെ എൻ്റെ മോനെ എനിക്ക് തിരിച്ചു നൽകണേ എന്ന് പറഞ്ഞ് രാധ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. അവനെ എനിക്ക് തിരിച്ചു കിട്ടിയ മണ്ണാർശാലയിൽ വന്ന് ഞാൻ ഭജന ഇരുന്നോളാം എൻ്റെ ദൈവമേ. അതുമാത്രമല്ല പാമ്പമ്മക്കാട്ടിലെ ആയില്യ പൂജയിൽ സർപ്പബലിയും നടത്താം, എൻ്റെ മോനെ എനിക്ക് തിരിച്ചു തരണേ എന്ന് പറഞ്ഞ് രാധ ആകെ വിഷമിച്ചിരുന്ന് കരയാട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് മഹാദേവൻ ആകെ വല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് പെട്ടെന്ന് അമ്പലത്തിൽ ഇങ്ങനെ മണിയടിക്കുന്ന ആ ശബ്ദം കേട്ടത് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഗൗരി എഴുന്നേറ്റിട്ട് ചോദിക്കാം, ഇവിടെ ഏതെങ്കിലും അടുത്ത ക്ഷേത്രമുണ്ടോ? ഈ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് ഒരു മഹാദേവ ശാസ്ത്രമുണ്ട്, ഒരു ചെറിയ ശിവക്ഷേത്രമാണ്, അവിടെ മണിയടിക്കുന്ന ഒച്ചയായിരിക്കും ഇപ്പം കേട്ടത് എന്ന് പറഞ്ഞു. ഗൗരി ക്ഷേത്രത്തിൻ്റെ നടയിലെത്തിയിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് കരഞ്ഞ് എന്താ പറയുക നിലവിളിച്ചെന്ന് പറഞ്ഞാൽ തകർന്നടിഞ്ഞ പോലെയാണ് വന്ന് നിൽക്കുന്നത്. എന്നിട്ട് ആ ഭഗവാന്റെ മുന്നിൽ ആ വിഗ്രഹത്തിന് മുന്നിൽ നിന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ ശങ്കർ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ആരെയാ? ആരെയാ സ്നേഹിക്കുന്നത്? ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത് ആരെയാ? വടക്കുന്നാഥനെയല്ലേ എൻ്റെ ശങ്കറിന് ഏറ്റവും വിശ്വാസം. വടക്കുന്നാഥനൊപ്പം ഈ ലോകത്ത് മറ്റൊന്നുമില്ല എൻ്റെ ശങ്കറിന്. എൻ്റെ ശങ്കർ വടക്കുന്നാഥനെ സ്നേഹിക്കുന്നില്ലേ? എന്നേക്കാൾ വടക്കുന്നാഥനെ സ്നേഹിക്കുന്നില്ലേ? ഈ ലോകത്തിൽ ആരെക്കാളും സ്നേഹിക്കുന്നില്ലേ? ഭഗവാനെ അത്രയൊക്കെ സ്നേഹിച്ചിട്ടും എൻ്റെ ശങ്കറിന് ഇത്രയും ദുരന്തം പറ്റിയല്ലോ. എൻ്റെ ശങ്കറിനെ എനിക്ക് വേണം. എൻ്റെ ശങ്കറിന് കാണിച്ചു കൊടുത്തിട്ട് വടക്കുന്നാഥൻ തന്നെയല്ലേ ഇപ്പം എന്താ ചെയ്യാൻ പോണത്? എൻ്റെ ശങ്കറിനെ എൻ്റെ അടുത്തുനിന്ന് കൊണ്ടുപോവാണോ? ആണോ? എൻ്റെ അടുത്തുനിന്ന് ശങ്കറിനെ കൂട്ടിക്കൊണ്ട് പോവാണോ? എൻ്റെ ശങ്കറിനെ തിരിച്ചു വേണം. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? എൻ്റെ ശങ്കറിനെ ഒരു പൂർണ്ണ ആരോഗ്യത്തോടെ എനിക്ക് തിരിച്ചു വേണം. ശങ്കറിനെ പഴയപടി എനിക്ക് വേണം. ശങ്കർ എപ്പോഴും പറയാറുണ്ട് വടക്കുന്നാഥൻ എല്ലാം നടത്തി തരുന്ന ആളാണെന്ന്. ശങ്കറിന് ഏറ്റവും വിശ്വാസമാണ്. വടക്കുന്നാഥനെ ഇത്രയ്ക്കധികം ഇഷ്ടപ്പെടുന്ന എൻ്റെ ശങ്കറിനെ എനിക്ക് തിരിച്ചു തരില്ലേ? തിരിച്ചു തരണം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ തൊഴു കൈയോടെ നിൽക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ അജിത്തും ജോജും കൂടെ വെപ്രാളം പിടിച്ച് ഓടി വരുന്നത് കേട്ടോ. അപ്പോൾ അവർ ഓടി വന്നിട്ട് ഏട്ടത്തിയമ്മേ എന്ന് വിളിച്ചു കേട്ടോ. എന്താ അജിത്തെ, എന്താ ജോജു എന്ന് ചോദിച്ചോ. ഏട്ടത്തിയമ്മേ, അല്ല ഡോക്ടർ എന്തു പറഞ്ഞു? ശങ്കറിൻ്റെ നില അല്പമെങ്കിലും മെച്ചപ്പെട്ടു എന്ന് ഡോക്ടർ പറഞ്ഞോ എന്ന് ചോദിച്ചു. എന്താ നിങ്ങൾ രണ്ടാളും എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? ഏട്ടത്തിയമ്മ വേഗം ഹോസ്പിറ്റലിലേക്ക് പോവാം എന്ന് പറഞ്ഞു. അപ്പോൾ ഗൗരിക്ക് എന്തോ ഒരു പന്തികേട് തോന്നി കേട്ടോ. ഗൗരി ഇങ്ങനെ നിൽക്കുക. നമ്മുടെ ശങ്കർ ബായിക്ക് കുറച്ച് സീരിയസാ എന്ന് പറഞ്ഞു. അപ്പോൾ ഗൗരിയും കൂട്ടിക്കൊണ്ട് ഇവർ വേഗം തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തുകയാണ്. അപ്പോൾ എല്ലാവരും വിഷമിച്ച് കരഞ്ഞു കൂവിയിരിക്കുകയാണ്. അപ്പം നേഴ്സിനോടൊക്കെ ഇറങ്ങി വന്നപ്പോഴേ ഗൗരി ഓടി വന്ന് ചോദിക്കുക, എൻ്റെ ശങ്കറിന് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു. അത് ഡോക്ടർ പറയും. ഞാൻ ശങ്കറിൻ്റെ അവസ്ഥ എന്താ നിങ്ങളോടല്ലേ ഞാൻ ചോദിക്കുന്നത്? ശങ്കറിന് ഇപ്പം എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു ഗൗരി. പ്ലീസ് നിങ്ങളൊന്ന് സീരിയസ് ആണ് എന്ന് പറഞ്ഞിട്ട് നേഴ്സ് അങ്ങ് പോയിട്ടോ. അപ്പോഴത്തേനും വേഗം തന്നെ രാധ എഴുന്നേറ്റ് വന്നിട്ട് എൻ്റെ മകനെ കൊലയ്ക്ക് കൊടുത്തപ്പോൾ നിനക്ക് സമാധാനമായില്ലേടി? സ്വന്തം ഭർത്താവിനെ കൊലയ്ക്ക് കൊടുത്ത് നീ ഒരു രാക്ഷസിയാ എന്ന് പറഞ്ഞു. അപ്പോൾ വേണി ചെന്നിട്ട് അമ്മ എന്തൊക്കെ വിളിച്ച് പറയണത്? ഒന്ന് അടങ്ങിയിരിക്കുക എൻ്റെ മോൻ എന്ന് പറഞ്ഞു. അമ്മയുടെ മോൻ ഒന്നും സംഭവിക്കില്ല, അമ്മയൊന്ന് സമാധാനപ്പെട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ എല്ലാവരും മിണ്ടാതെ നിൽക്കുക. ഈ നശിച്ചവൾ കാലെടുത്ത് വെച്ചാൽ എൻ്റെ കുടുംബം തകർന്നു പോയി. ഇപ്പം എൻ്റെ മോനും അവരുടെ അവസ്ഥ കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല മോളെ. ഇങ്ങനെയുള്ള സമയത്താണോ ഇങ്ങനെ വർത്താനം പറയണത്? എൻ്റെ പൊന്നമ്മ ഒന്ന് നാവടക്കി വെക്ക് എന്ന് പറഞ്ഞു വേണി. അമ്മ വെറുതെ ബഹളം ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞു കമല. നമ്മുടെ ശങ്കറിന് ഒരാപത്തും വരില്ല, അമ്മ സമാധാനിക്ക്. ഞാൻ ബഹളം ഉണ്ടാക്കണ്ടെന്നോ സമാധാനിക്കണമെന്നോ നീ എന്താ പറയണത്? ഞാൻ എങ്ങനെ സമാധാനിക്കാനാ?
രാധേ എന്ന് വിളിച്ചു മഹാദേവൻ. അപ്പം മഹാദേവനും തകർന്ന് നിൽക്കുക കേട്ടോ. അമ്മയൊന്ന് അടങ്ങി നിൽക്ക്. എടാ ശേഖര, എനിക്ക് തീരെ വയ്യടാ. എന്തോ ഒരു വല്ലായിക പോലെ എനിക്കൊരു തളർച്ച തോന്നുന്നുണ്ട് മോനെ. എനിക്ക് പറ്റണില്ല, എനിക്ക് തീരെ സുഖമില്ലടാ എന്ന് പറഞ്ഞു. കാലൊക്കെ കുഴഞ്ഞു പോവാ. അച്ഛൻ വാ, അച്ഛൻ ഇവിടെ ഇരിക്ക്. അച്ഛൻ എന്ത് പറ്റി എന്ന് ചോദിച്ചു. ഒന്നുമില്ലടാ, എനിക്ക് വയ്യടാ എന്ന് പറഞ്ഞു. അച്ഛൻ വന്നേ, അച്ഛൻ ഇവിടെ ഒന്ന് ഇരുന്നേ എന്ന് പറഞ്ഞ് മഹാദേവനെ പിടിച്ച് നമ്മുടെ ശേഖരൻ അവിടെ ഇരുത്താണ്. ശങ്കറിനൊന്നും സംഭവിക്കില്ല, അമ്മ ഒന്ന് സമാധാനിക്കച്ഛ എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചു കേട്ടോ. അപ്പം നേരെ ശേഖരനെ ഇങ്ങനെ ചെന്ന് ആ ഐസിയുവിൻ്റെ ആ ഇതിലൂടെ ഇങ്ങനെ നോക്കുവാണ് ഗൗരി. അപ്പോൾ ശേഖരൻ്റെ ഓരോരോ അവസ്ഥ ഇങ്ങനെ മാറി മാറി ഇങ്ങനെ കമ്പ്യൂട്ടറിൽ ഇങ്ങനെ ഇതൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഓരോ ഇതും കണ്ടുകൊണ്ട് ഇങ്ങനെ നോക്കി നിന്നിട്ട് പഴയ കാര്യങ്ങളൊക്കെ മനസ്സിലേക്ക് ഓടി ഓടി വരികയാണ്. ആ താലി കെട്ടിയത്, അത് കഴിഞ്ഞ ശേഷം ഗൗരി ഐ ലവ് യു എന്ന് പറഞ്ഞത്, അപ്പോൾ ആ ഓരോ കാര്യങ്ങൾ, പിന്നെ അത് കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് എല്ലാവരുടെ ചേർന്ന് മുഖത്ത് കരിയൊക്കെ തേച്ചപ്പോൾ അതൊക്കെ തൂത്ത് കളഞ്ഞ് തന്നെ സന്തോഷത്തിലാക്കിയത്, അങ്ങനെ ഓരോന്നായിട്ട് ഗൗരി ഇങ്ങനെ ഓർത്തെടുത്ത് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ഗൗരി ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ കാണുന്നത് ഡോക്ടർ ഓക്സിജൻ മാസ്ക് ഒക്കെ മാറ്റി ഇങ്ങനെ വച്ചിട്ട് നിൽക്കുന്നതാണ് കാണുന്നത്. അപ്പം നോക്കുമ്പോഴത്തേനും ഗൗരിക്ക് ആകെ വെപ്രാളമായി. മറ്റേ ഈ പൾസും ഇതൊന്നും കാണിക്കുന്നില്ല, ഹാർട്ട് ബീറ്റ്സ് ഇല്ല, എല്ലാ മെഷീനും സ്റ്റക്കായി നിൽക്കുകയാണ്. ഗൗരി വേഗം തന്നെ ഡോറ് തുറന്ന് അകത്തേക്ക് കയറിപ്പോയി. അപ്പോൾ ഇത് കണ്ട് ഇവർ ബാക്കി എല്ലാവരും പുറത്ത് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗൗരി കയറുന്ന കണ്ടിട്ട് ഇവരെല്ലാവരുടെ നേരെ അകത്തേക്ക് ഇടിച്ച് കയറുകയാണ്. അപ്പോൾ തന്നെ ഓടിച്ചെന്നു. നിങ്ങൾ എന്താ കാണിച്ചത് എന്ന് ചോദിച്ച് ഗൗരി ഇങ്ങനെ ചൂടാകട്ടോ. അതെ, ഓക്സിജൻ മാസ്ക് എന്തിനാ നിങ്ങൾ മാറ്റിയത്? എന്തിനാ മാറ്റിയത്? ചോദിച്ചത് കേട്ടില്ലേ? അപ്പോഴേക്കും രാധയും അവരെല്ലാവരും കയറി വന്നു കേട്ടോ. നിങ്ങൾ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? ചോദിച്ചതിന് മറുപടി പറ എന്ന് രാധയും പറഞ്ഞു. അപ്പോഴത്തേനും ശങ്കറിൻ്റെ കാര്യം പോയി എന്ന് തന്നെ എല്ലാവരും ഉറപ്പിച്ചു കേട്ടോ. അപ്പോൾ ശങ്കർ പോയി എന്ന് തീരുമാനിച്ച് എല്ലാവരും ഇങ്ങനെ പരസ്പരം നോക്കുകയാണ്. അപ്പോൾ ഗൗരിക്ക് ശങ്കർ ദേ എന്നെ ഇവിടെ ഒറ്റയ്ക്കിട്ട് വിട്ടു പോലെ ശങ്കറിനത് കഴിയുമോ? എന്നോട് ഇങ്ങനെ ചെയ്യരുത് ശങ്കർ ഒന്ന് നോക്ക് ശങ്കർ എന്നെ എന്ന് പറഞ്ഞു. പക്ഷേ എങ്കിൽ ശങ്കർ കണ്ണൊന്നും തുറക്കുന്നില്ല കേട്ടോ. ദേ ശങ്കറിനെ കാണാൻ ആരൊക്കെ വന്നിരിക്കുന്നത് നോക്ക്. അച്ഛനും അമ്മയും വേണിയും കമലേടത്തിയും എല്ലാവരും വന്നിട്ടുണ്ട്. ശങ്കർ ഒന്ന് നോക്കിയേ, എല്ലാവരും നോക്കിയേ. എന്നെ തനിച്ചാക്കി ശങ്കറിന് പോകാൻ കഴിയുമോ? ശങ്കർ ഒന്ന് നോക്ക്. ശങ്കർ ഒരു അലറി വിളിച്ച് ഇങ്ങനെ കരയാണ് കേട്ടോ. ശങ്കർ ഭായ് ഒന്ന് നോക്ക്, എൻ്റെ ഹൃദയത്തോട് ഒട്ടിച്ചേർന്നിട്ട് ഹൃദയത്തോട് ചേർന്നല്ലേ ശങ്കർ നിന്നത്. എനിക്ക് വേണമെങ്കിൽ ശങ്കറിനെ എന്നിൽ നിന്ന് അടുത്ത് മാറ്റായിരുന്നു. പക്ഷേ ഞാൻ എൻ്റെ ഹൃദയത്തിൽ അലിഞ്ഞു ചേർന്ന എൻ്റെ ശങ്കറിനെ ഞാൻ എങ്ങനെയാ എന്നിൽ നിന്ന് എനിക്ക് ഇല്ലാതാക്കാൻ പറ്റുക? ആർക്കാ എന്നിൽ നിന്ന് അടർത്തി മാറ്റാൻ പറ്റുന്നത്? ശങ്കർ നോക്കി എന്ന് പറഞ്ഞു. അപ്പോൾ വേഗം തന്നെ ഗൗരി ശങ്കർ എന്ന് എഴുതിയിട്ടുണ്ടല്ലോ ആ കയ്യിൽ, വേഗം കൈ പിടിച്ചു കേട്ടോ. കൈ പിടിച്ചിട്ട് ആ കൈ ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിങ്ങനെ നിൽക്കുകയാണ്. കൈ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് അതിലിങ്ങനെ തൂക്കുവാണ് ഗൗരി ശങ്കർ എന്ന് എഴുതി വെച്ചിരിക്കുന്ന ആ പച്ച കുത്തി വെച്ചിരിക്കുന്ന ആ ഇതിൽ. എന്നിട്ട് ഇങ്ങനെ ചേർത്ത് പിടിച്ചു. ശങ്കർ നോക്കി, ദേ ശങ്കർ എൻ്റെ പേര് ചേർത്ത് ശങ്കറിൻ്റെ പേരും ചേർത്ത് കയ്യിൽ ആ പച്ച കുത്തി വെച്ചിരിക്കുന്നെങ്കിൽ ദേ ശങ്കറെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാട്ടോ. ശങ്കറിനെ ഞാനിപ്പോൾ എൻ്റെ മനസ്സിലാണ് കൊത്തി വെച്ചിരിക്കുന്നത്. അതൊന്ന് മനസ്സിലാക്ക ശങ്കർ ഒന്ന് കണ്ണു തുറന്ന് നോക്കിയെന്നെ. ആണോ ശങ്കർ എൻ്റേതല്ലാതാവുന്നത്? അന്ന് ഞാനും അവസാനിക്കും, അന്ന് ഈ ഗൗരി അവസാനിക്കും കേട്ടോ. ശങ്കർ ഇല്ലാത്ത ലോകത്ത് പിന്നെ ഗൗരി എന്തിനാ? അതിൻ്റെ ആവശ്യമില്ല. ശങ്കറില്ലാതെ ഗൗരി മാത്രമായിട്ട് വേണ്ട, എന്നെ തനിച്ചാക്കി പോകുമെന്ന് വിചാരിക്കണ്ട. ഞാൻ എൻ്റെ ശങ്കറിനെ വിട്ട് കൊടുക്കില്ല, ഞാൻ ആർക്കും ഞാൻ വിട്ട് കൊടുക്കില്ല. ശങ്കർ ഒന്ന് നോക്കിയ ശങ്കർ എന്ന് പറഞ്ഞു. എൻ്റെ ശങ്കർ എൻ്റെ കൂടെ ഇല്ലെങ്കിൽ പിന്നെ ഒരു നിമിഷം ഗൗരി ജീവിച്ചിരിക്കില്ല. എന്തൊക്കെയാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്? അതൊക്കെ മറന്നു പോയോ നിങ്ങൾ? എൻ്റെ കൈ പിടിച്ച് നമുക്ക് വടക്കുനാഥൻ്റെ അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞതല്ലേ? വടക്കുനാഥൻ നമ്മളെ കാത്തിരിക്കില്ലേ ശങ്കർ? ഒരുമിച്ച് അവിടെ പോകണം, എന്നിട്ട് വടക്കുനാഥനെ കാണണം, എന്നിട്ട് നമുക്ക് പറയണം എൻ്റെ പെണ്ണിനെയും കൊണ്ട് വന്നിരിക്കുന്നതെന്ന് വടക്കുനാഥനോട് ശങ്കർ പറയണം. വേണ്ടേ ശങ്കർ? ഒന്ന് വേഗം എഴുന്നേക്ക് ശങ്കർ. പറ്റില്ല, പോവല്ലേ, എന്നെ ഒറ്റക്കിട്ടിട്ട് പോവല്ലേ ശങ്കർ എന്ന് പറഞ്ഞ് ഗൗരി അലറി വിളിച്ച് കരയാണ്, നെഞ്ചെ തടിച്ച് കരയാണ് കേട്ടോ. അപ്പോൾ ശങ്കർ കണ്ണ് തുറക്കുന്നില്ല. എല്ലാവരും ഇത് കണ്ട് സ്റ്റക്കായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കും ഗൗരീനെ ആശ്വസിപ്പിക്കാൻ പറ്റുന്നില്ല. അച്ഛനും അമ്മയും വേണിയും എല്ലാവരും ഇങ്ങനെ അലമുറയിട്ട് നിലവിളിച്ച് കരയാണ്. അപ്പോൾ എല്ലാവരും കണ്ടിങ്ങനെ നിൽക്കുകയാണ്.
കുറച്ച് കഴിഞ്ഞ് ശങ്കറിൻ്റെ നെഞ്ചിൽ ഇങ്ങനെ കിടന്ന് കരഞ്ഞുകൊണ്ടിരുന്ന ഗൗരി വേഗം ചാടി എഴുന്നേറ്റിട്ട് പെട്ടെന്ന് നോക്കുമ്പോൾ ശങ്കറിൻ്റെ കൈ ഇങ്ങനെ അനങ്ങാണ് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ബ്രീത്ത് എടുക്കാൻ ശ്രമിക്കുന്നതുകൊണ്ട് ശങ്കരൻ. അപ്പോഴത്തേനും ഗൗരിക്കും എല്ലാവർക്കും ഇങ്ങനെ സ്റ്റക്കായി നോക്കി നിൽക്കുക. ശങ്കര ശ്വസിക്കുന്ന കണ്ട് ഡോക്ടർ വരെ സ്റ്റക്കായി പോയി എന്നുള്ളതാണ് സത്യം. മരണം ഉറപ്പിച്ചതായിരുന്നു ശങ്കറിൻ്റേത്. ഞാൻ പറഞ്ഞില്ലേ എല്ലാവരോടും, ശങ്കർ എന്നെ വിട്ട് പോവില്ല, എന്നെ വിട്ട് ഒരിക്കലും ശങ്കറിന് പോകാൻ കഴിയില്ല. അപ്പോഴേക്കും മഹാദേവനും ബാക്കി എല്ലാവരുടെയും മുഖം തെളിഞ്ഞു കേട്ടോ. എല്ലാവർക്കും സന്തോഷമായി. ഞാൻ പറഞ്ഞില്ലേ ശങ്കർ എന്നെ വിട്ട് പോകാൻ പറ്റില്ല എന്ന്. തൽക്കാലം എല്ലാവരും ഒന്ന് പുറത്തേക്ക് നിൽക്ക്, പ്ലീസ് ഒന്ന് പുറത്തേക്ക് നിൽക്ക് എന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ ഇവരെല്ലാവരുടെ പുറത്തേക്ക് ഇറങ്ങാണ്. അവരും പുറത്തിറങ്ങിയപ്പം ഗൗരി മാത്രം അവിടെ നിന്നു. എന്നിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് അവിടെ ചെന്ന ശങ്കറിൻ്റെ മീശ ഇങ്ങനെ ഒന്ന് പിരിച്ചു വെച്ചു. എന്നിട്ട് എൻ്റെ കൊമ്പൻ എന്ന് പറഞ്ഞ് ഒരു മുഖത്തൊക്കെ ഒരു തലോടലൊക്കെ കൊടുത്തിട്ട് ഗൗരി പുറത്തേക്ക് ഇറങ്ങി പോവാണ് കേട്ടോ. മണിമുത്തശ്ശി വേഗം ഗൗരി ഇങ്ങനെ നോക്കിയിരിക്കുന്ന കണ്ട് മണി മുഴക്കി കേട്ടോ. എന്നിട്ട് ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് ഗൗരിയെ അടുത്തേക്ക് വിളിച്ചു. അതിനുശേഷം ഗൗരിയോടെ ചേർത്ത് പിടിച്ചിട്ട് സന്തോഷമായിട്ടിരിക്കുക എന്നുള്ള മട്ടിൽ നെറ്റിയിൽ ഇങ്ങനെ മുട്ടിച്ച് എന്താ പറയുക സന്തോഷം പങ്കിട്ടു. എന്നിട്ട് മോളോട് കണ്ണൊക്കെ തൂത്തു കൊടുത്ത് കരയണ്ട എന്നൊക്കെ പറഞ്ഞിങ്ങനെ ആശ്വസിപ്പിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമൊക്കെ ആയി. അപ്പോൾ ഗൗരി കണ്ണൊക്കെ തൂത്തു കേട്ടോ. വേണിമോളെ നീ നോക്ക്, കഴിഞ്ഞ ജന്മത്തിൽ അമ്മ എന്തോ വലിയ പാപം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എൻ്റെ ശങ്കറിന് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അമ്മ എന്തേ ഈ പറയണത്? അമ്മ ഒന്ന് സമാധാനപ്പെട എന്ന് പറഞ്ഞ് വേണി ആശ്വസിപ്പിച്ചു കേട്ടോ. അപ്പോൾ ഗൗരി എന്നിട്ട് അമ്മ കരയരുതമ്മേ, അമ്മയുടെ ശങ്കറിന് ഒന്നും സംഭവിക്കില്ല, അമ്മ ധൈര്യമായിട്ടിരിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ മഹാദേവനും ആകെ തളർന്ന് ഇങ്ങനെ വളരെ അവശതയിൽ നിൽക്കുകയാണല്ലോ. അപ്പം നേരെ അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നു. അച്ഛൻ സങ്കടപ്പെടണ്ട കേട്ടോ, വിഷമിക്കണ്ട കേട്ടോ അച്ഛൻ്റെ കുട്ടിശങ്കരന് ഒന്നും സംഭവിക്കില്ല. അച്ഛനെ വിട്ടിട്ട് അച്ഛൻ്റെ കുട്ടിശങ്കരൻ എങ്ങും പോവില്ല. ശങ്കരന് അച്ഛനെ അത്രയ്ക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് കുട്ടിശങ്കരന് പോകാൻ കഴിയില്ല അച്ഛാ എന്ന് പറഞ്ഞു. എന്നിട്ട് നേരെ പ്രൊഫസർ അടുത്തേക്ക് ചെന്നു. അച്ഛനും ആദർശേട്ടനും ആരതിമോളും മുത്തശ്ശിയും ഒക്കെ പേടിച്ചു പോയില്ലേ? സാരമില്ല കേട്ടോ, ആരും പേടിക്കണ്ട. എൻ്റെ ശങ്കർ എന്നെ വിട്ട് പോവില്ല, പോവാൻ ശങ്കറിന് ഒരിക്കലും കഴിയില്ല. മോളെ, ഈശ്വരൻ കൂട്ടിച്ചേർത്തവരാ നിങ്ങൾ. ഈ ലോകത്തെ ഒരു ശക്തിക്കും നിങ്ങളെ വേർപിരിക്കാനാവില്ല മോളെ എന്ന് പറഞ്ഞു മുത്തശ്ശി. അപ്പോൾ ഇവരിങ്ങനെ മഹാദേവനും രാധയ്ക്കും ഒക്കെ ആ ഗൗരിയോടുള്ള ആ ഒരു നീരസം ഉണ്ടല്ലോ ശരിക്കും മാറിയതാണോ എന്നറിയില്ല. എല്ലാവരും നിശബ്ദരായി. അപ്പോൾ ഗൗരിയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഒരു സഹതാപമാണോ സന്തോഷമാണോ എന്നറിയില്ല. ആ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി കേട്ടോ. അപ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. അപ്പോൾ വന്നപ്പോഴത്തേനും എല്ലാവരും ഓടിച്ചു വന്നു. എൻ്റെ കരിയറിൽ ഇതുപോലൊരു അനുഭവത്തിന് ഞാൻ എൻ്റെ ജീവിതത്തിൽ സാക്ഷിയായിട്ടില്ല. കുട്ടിക്കാലത്ത് മരണത്തിൽ നിന്ന് സ്വന്തം ഭർത്താവിനെ രക്ഷിച്ച സാവിത്രിയുടെ കഥ ഞാൻ കേട്ടിട്ടുണ്ട്, പലപ്പോഴും കേട്ടിട്ടുണ്ട്. കഥകളിൽ മാത്രം കേട്ടിട്ടുള്ള ആ സാവിത്രി നേരിട്ട് കാണാനുള്ള ഭാഗ്യം ഇന്ന് എനിക്കുണ്ടായി. ഗൗരി, ശരിക്കും ഞാൻ പറഞ്ഞതാ, അതുകൊണ്ട് പറയട്ടെ എന്ന് പറഞ്ഞു. ഗൗരി ധൈര്യമായിട്ടിരുന്നോ, ശങ്കറിൻ്റെ ഹെൽത്ത് ഇപ്പോൾ ഓക്കെയാണ്, ധൈര്യമായിട്ടിരുന്നോ എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരുടെയും മുഖം തെളിഞ്ഞു കേട്ടോ. ശങ്കറിനെ കാണണമെന്നുള്ളവർക്ക് ഇപ്പം കയറി കാണാം. പക്ഷെ ഒരു കാര്യം, ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യവും ശങ്കറിനോട് സംസാരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവരെല്ലാവരും പെട്ടെന്ന് തന്നെ ശങ്കറിൻ്റെ അടുത്തേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഗൗരി കയറിയില്ല. ഗൗരി പുറത്ത് നിൽക്കുക. മോളെ, നീ കയറുന്നില്ലേ ശങ്കറിനെ കാണാൻ? അച്ഛൻ പോയി ശങ്കറിനെ കണ്ടിട്ട് വാ എന്ന് പറഞ്ഞു. ശേഷം ഗൗരി ആ പുറത്ത് ഇതിലൂടെ ഹോളിലൂടെ ഇങ്ങനെ നോക്കുകയാണ് ശങ്കറിനെ. മറ്റൊന്നും കൊണ്ടല്ല, ശങ്കറിന് ടെൻഷൻ ഉണ്ടാക്കണ്ട എന്ന് കരുതിയിട്ടായിരിക്കും, അതോ എന്താണെന്നറിയില്ല. ഗൗരി അകത്തേക്ക് കയറിയില്ല. അപ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാനിടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. അപ്പം നമ്മുടെ അടുത്ത ആഴ്ചത്തെ പ്രമോ ആയിട്ട് നാളെ ഞാൻ വരുന്നതായിരിക്കും കേട്ടോ. നല്ല കിടിലൻ വിശേഷങ്ങളാണ് വരാതിരിക്കുന്നത്. ഇനി നമ്മുടെ ആ കൊമ്പൻ്റെ തിരിച്ചുവരവ് ഒന്ന് ആഘോഷിക്കണ്ടേ? അപ്പോൾ എല്ലാവരും കാത്തിരിക്കുമെന്ന പ്രതീക്ഷയിൽ ബൈ ആൻഡ് സീ യു അഗെയിൻ.